അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പാരായണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് സൂചിപ്പിക്കുവാനുള്ളത്. മസായ അസ്സിറത്തുൻ നബവിയ്യ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സീറ പഠനത്തിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് മനസ്സിന് വല്ലാത്ത ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് സീറ പഠനം എന്ന് പറയുന്നത്. വിജ്ഞാനം നൽകുന്നതോടൊപ്പം പണ്ഡിതന്മാർക്കും ദാഇമാർക്കും സമൂഹ നന്മ ഉദ്ദേശിക്കുന്ന ആർക്കും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കൽ അനിവാര്യമാണ്. കാരണം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഏറ്റവും മികച്ച മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഏറ്റവും ആധികാരികമായ ജീവചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മാത്രമാണ്. ലോകചരിത്രത്തിൽ ഇത്രമാത്രം വിശ്വസനീയമായി രേഖപ്പെടുത്തിയ ജീവചരിത്രമുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള വ്യക്തവും തെളിമയാർന്നതുമായ രീതിയിൽ അവിടുത്തെ ജീവചരിത്രം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് ചില കെട്ടിച്ചമച്ച കഥകൾ ചില സീറകളിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാല്യം, യൗവനം, വിവാഹ ജീവിതം, പ്രവാചകത്തിന് മുമ്പുള്ള കാലഘട്ടം, ശേഷമുള്ള കാലഘട്ടം, കുടുംബജീവിതം, സാമൂഹിക ജീവിതം, ഭരണനേതൃത്വം, യുദ്ധങ്ങൾ, സമാധാനം തുടങ്ങി എല്ലാ മേഖലകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ സമഗ്ര ജീവിതം ഇത്ര വിശദമായി ലഭിക്കുന്ന മറ്റൊരു മാതൃക ഇല്ല എന്ന് തന്നെ പറയാം. മൂന്നാമതായി, മനുഷ്യ സഹജമായ ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു പോന്നിരുന്നത്. അതായത് ഒരു സാധാരണ മനുഷ്യനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കല്ല, ഒരു സാധാരണ മനുഷ്യനെ പോലെ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും വിശക്കുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും, മനുഷ്യരായ എല്ലാവർക്കും പിന്തുടരാൻ കഴിയുന്ന യഥാർത്ഥമായ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതിശയോക്തികളോ മറ്റുള്ള രീതിയിലുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി പറഞ്ഞ് കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാ മനുഷ്യരെക്കാളും ഉന്നതനായ വ്യക്തിത്വമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ വിഭാഗം ആളുകൾക്കും മാതൃകയാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാണ് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അതായത് ഒരു പ്രബോധകനാണെങ്കിൽ, ഒരു അധ്യാപകനാണെങ്കിൽ, ഒരു ഭരണാധികാരിയാണെങ്കിൽ, ഒരു ന്യായാധിപനാണെങ്കിൽ, ഒരു സൈന്യാധിപനാണെങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ, ഒരു പിതാവാണെങ്കിൽ, ഒരു സുഹൃത്താണെങ്കിൽ, ഒരു അയൽവാസിയാണെങ്കിൽ, ഒരു വ്യാപാരിയാണെങ്കിൽ, ഒരു ആരാധകനാണെങ്കിൽ, ഒരു നേതാവാണെങ്കിൽ, ഇങ്ങനെ എല്ലാ നിലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ മാതൃക ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ് എന്നുള്ളതിന് ആ സത്യത്തിനുള്ള ശക്തമായ തെളിവ് ധാരാളമായി കാണാൻ സാധിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഉന്നത സ്വഭാവവും ജീവിതം മുഴുവൻ അവിടുത്തെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിനെ തെളിയിക്കുന്നതാണ്. ഖുർആനും സീറത്തും ചേർന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയും ചേർന്ന് അവിടുത്തെ ദൗത്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. ഖുർആനിലും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ സീറത്തുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ വളരെ കൃത്യമായി പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചരിത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ സാക്ഷി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ദഅവത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും മികച്ച ഒരു മാർഗദർശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ജനങ്ങളെ എങ്ങനെ ഈ ദീനിലേക്ക് ക്ഷണിക്കണം,
ക്ഷമയോടുകൂടി, ജ്ഞാനത്തോടുകൂടി, സൗമ്യതയോടുകൂടി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ ക്ഷണിക്കണം. ഇന്നിത്യാദി കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ ഉറച്ചു നിൽക്കണം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഉന്നതമായ സ്വഭാവത്തിൻ്റെ പ്രായോഗികമായ ഒരു പാഠശാലയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. സത്യം, വിശ്വാസ്യത, നീതി, കരുണ, വിനയം, ക്ഷമ, ഇതെല്ലാം അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വാക്കിലും പ്രവൃത്തിയിലും ഒരേ മാതൃക, ഒരു ലെവലേശം വ്യത്യാസമില്ലാതെ വാക്കിലും പ്രവൃത്തിയിലും ഒരേ മാതൃകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ കാര്യം, ഉന്നത സ്വഭാവത്തിൻ്റെ പ്രായോഗികമായ ഒരു പാഠശാലയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം, ഇസ്ലാമിനെ സമഗ്രമായി മനസ്സിലാക്കാനുള്ള ഒരു താക്കോലായിരുന്നു. ഖുർആനിൻ്റെ പ്രായോഗിക വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നുള്ളത്. ഇസ്ലാമിക നിയമങ്ങൾ എങ്ങനെ ജീവിതത്തിൽ നടപ്പിലാക്കണമെന്ന് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലൂടെ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന സൂറത്ത് അഹ്സാബിൻ്റെ 21-ാമത്തെ വചനം അതാണ് തെളിയിക്കുന്നത്. അപ്പോൾ നബി ചരിത്രം യഥാർത്ഥത്തിൽ ഒരു ചരിത്ര പുസ്തകമല്ല, വിശ്വാസത്തിനും സ്വഭാവശുദ്ധിക്കും ദഅവത്തിനും ജീവിത വിജയത്തിനും അള്ളാഹു നൽകിയ സമ്പൂർണമായ മാർഗദർശനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ മസായ അസ്സിറത്തിൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ, അതാണ് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയത്. ജസാക്കുമുല്ലാഹു ഖൈറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.